കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപ് വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമസ്തേ. വേറൊന്നും തോന്നുന്നത് കരിങ്ങാലി വെള്ളമാണ്. കരിങ്ങാലി വെള്ളം, ഈ പ്ലാസ്റ്റിക് നമുക്ക് വലിയ തൊന്തരവായതുകൊണ്ട് കരിങ്ങാലി വെള്ളം മദ്യക്കുപ്പിയിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. അതാവുമ്പോൾ ഈ ചെറുപ്പക്കാരെ നമുക്ക് പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റും. ഒരു തെറ്റിദ്ധരിക്കുകയാണ്. തെറ്റിദ്ധരിച്ചാലും ഒരു ആകർഷണം ഉണ്ടാവും. ഇത് നമ്മുടെ പരിപാടികളിലേക്ക് ഓടിയെത്താനും ഒക്കെ ഇത്തരം തെറ്റിദ്ധാരണകൾ എപ്പോഴും നല്ലതാണ്. കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടണം. യുവത്വം തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ വളർച്ച. അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ? ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, കാരണം ഡെമ്മി കാണിച്ചിട്ട് ഒറിജിനൽ ആക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അതില് നമുക്ക് എന്താ പറയാ, അപ്പോ ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് കരിങ്ങാലി വെള്ളമാണ്. അങ്ങനെ ഇരിക്കട്ടെ. ഏതായാലും കുറച്ചു കാലമായിട്ട് തൊട്ടുന്നതെല്ലാം പൊന്നാക്കുകയാണ് ഇടതുപക്ഷം. എവിടെ തൊട്ടാലും അത് പൊന്നാവുന്നുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു ഫലം കണ്ടു. പഞ്ചായത്ത് ബൈ ഇലക്ഷനിൽ നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ റിസൾട്ട് കിട്ടുമ്പോൾ ഇത്തരം പ്രചാരണ ആയുധങ്ങൾ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. എല്ലാ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് സംശയിക്കുന്നവരെ കുറ്റം പറയുക എന്നുള്ളതാണ് ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെയും CPMന്റെയും രീതി. റോഡിന്റെ നടുക്ക് കൊണ്ട് സ്റ്റേജ് കിട്ടും. സ്റ്റേജ് കെട്ടി പരിപാടി നടത്തും. പോലീസ് മിണ്ടില്ല. അവസാനം കോടതി ചാട്ടവാറെടുക്കുമ്പോൾ അയ്യോ അയ്യോ പറ്റിപ്പോയേ, ഞങ്ങൾ അറിയാതെ പറ്റിപ്പോയേ എന്നുള്ളത് മോങ്ങല്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. എന്ത് തൊട്ടാലും അത് തലതിരിച്ച് വരും, അത് തിരിച്ചടിയായി വരും. എന്നാലും പഠിക്കില്ല. അങ്ങനെ ഒന്നുണ്ട്, ഒരിക്കലും പഠിക്കില്ല. ഈ ആഴ്ചയിൽ അതുപോലെ മറ്റ് രസകരമായിട്ട് തോന്നിയത് എനിക്ക് നമ്മുടെ ലീഗിന്റെ ഒപ്പനക്കളിയാണ്. അതായത് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നു ഇവര് അത് വഖഫിന്റെ ഭൂമിയല്ല, അങ്ങനെ കേട്ടില്ല? നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ? കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറഞ്ഞു എന്റെ ഒരു ഓർമ്മ. പിന്നെ ആരൊക്കെ പറഞ്ഞു വഖഫ് ഭൂമി അല്ല. കാരണം വഖഫ് ഭൂമിക്ക് ആ എഗ്രിമെന്റിൽ ഒരു ഒരു ഉപദേശം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് വഖഫ് ഭൂമി ആവില്ല. കാരണം അതിൽ നിബന്ധനകളുണ്ട്, തിരിച്ചെടുക്കാനുള്ള നിബന്ധനകളുണ്ട്. അതുകൊണ്ട് വഖഫ് ഭൂമി ആവില്ല. പാവം കോൺഗ്രസിന്റെ നമ്മുടെ
മുഖ്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഇതിൽ കയറി ചാടിക്കറി പറയുകയും ചെയ്തു, ഇനി എന്തുണ്ടാവില്ല, ഇത് വഖഫ് ഭൂമിയല്ല. മൂപ്പര് കരിങ്ങാലി വെള്ളം കുടിച്ചിട്ട് പറഞ്ഞല്ല കേട്ടോ, സത്യമായിട്ടും തെറ്റിദ്ധരിച്ചതാണ് മൂപ്പര്. കാരണം തെറ്റിദ്ധരിപ്പിച്ചതാണ് ലീഗുകാരുടെ കൂടി പാവത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു. ഇത് ഇപ്പൊ ലീഗുകാർ നിന്ന് മാറും, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് വഖഫിന് തെറ്റിപ്പറ്റിപ്പോയതാ എന്നൊക്കെ. ഈ കാക്കാമാരെ വിശ്വസിച്ച് പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? വിശ്വസിച്ചു പോയി. ഇതേപോലെ കരിങ്ങാലി വെള്ളം പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും കുടിക്കാലോ. എനിക്ക് നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടോ ഇത് കരിങ്ങാലി വെള്ളമാണോ അതോ മദ്യമാണോ എന്ന്? 50-50 അല്ലേ? നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ ഈ ചങ്ങാതി വിശ്വസിച്ചു പോയി. ഇതേപോലെ പാപം മുൻപത്തെ കാര്യം പറ്റിക്കും കേട്ടോ. അതായത് ലീഗ് പറയുന്നു അത് വഖഫ് ഭൂമിയാണ്, മുസ്ലിം സംഘടന പറയുന്നത് വഖഫ് ഭൂമിയാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഒരു കമ്മീഷനൊക്കെ വെച്ചിട്ട് ഈ കമ്മീഷനും പോയിട്ട് ഇതാരാ പറയാ? ഇതേ ആളുകൾ പറയില്ലേ ഇത് വഖഫ് ഭൂമിയാണ്, വഖഫ് ഭൂമിയാണ്, അതുകൊണ്ട് ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. ഈ കമ്മീഷന് വഖഫിന്റെ മുകളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ തൽക്കാലം ചിലപ്പോ ഇത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരെ, കാരണം പാലം കടക്കോളും നാരായണ, പിന്നെ പാലം കടന്നാലോ വഖഫായണ. ഇപ്പൊ അങ്ങനെ പറയാം, കൂരായനല്ല വഖഫായണ. കഴിഞ്ഞ ഇലക്ഷൻ ആ ബൈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലീഗിനും കോൺഗ്രസിനൊക്കെ. അപ്പൊ അതുവരെ ഉണ്ടാക്കിയൊരു തട്ടിക്കൂട്ട് അത് മാറി. ഇനി കൂരായണന്, ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ, തീരുമാനമായിട്ടില്ലെങ്കിൽ, അപ്പോഴും ഇതുപോലെ തന്നെ നാരായണ നാരായണ എന്ന് വരും. ഇത് ഈ പറയുന്ന ഇസ്ലാമിക നിയമമാണ് എന്ന് മുനമ്പത്തുകാർ മനസ്സിലാക്കിയ നന്ന്. കൈ കിട്ടുന്ന ഒന്നും അവർ വിട്ടുകളയില്ല, ഒരിക്കലും വിട്ടുകളയില്ല. അത് ഭൂമിയാകട്ടെ, രാജ്യമാകട്ടെ, ഈ സ്ഥാപനങ്ങളാകട്ടെ, എന്തും അവർ നോക്കി വെച്ചാൽ, നോട്ടമിട്ടാൽ അത് ജിഹാദാണ്. ലവ് ജിഹാദിനെ പോലെ ഒരു പെണ്ണിനെ നോട്ടം വിട്ടാൽ ലവ് ജിഹാദിനെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ മുനമ്പത്തെ ഭൂമി കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഒരൊറ്റ ആളിപ്പോൾ ലീഗിന്റെ ഒരൊറ്റ ആളും പറയുന്നില്ല ഇത് വഖഫ് ഭൂമി അല്ല എന്ന്. ഇപ്പൊ വേണമെങ്കിൽ കുറച്ച് നമ്മുടെ ഫറൂഖ് കോളേജിനൊക്കെ കുറ്റം പറഞ്ഞ് അവരങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് തട്ടിമുട്ടി അങ്ങോട്ട് പോകും. പക്ഷേ ഇവര് കമ്മീഷന് മുമ്പിൽ വാദിക്കാൻ പോകുന്നത് ഷാജിയും ഈ പറയുന്ന മുനീറിന്റെ നമുക്കില്ല പ്രതീക്ഷിച്ചത്. മുനീർ അടക്കം കമ്മീഷന് മുമ്പിൽ മൊഴി കൊടുക്കാൻ പോകുന്നത് ഇത് വഖഫ് ഭൂമിയാണെന്ന്. ഈ കമ്മീഷൻ എന്ത് ചെയ്യും? കമ്മീഷൻ വഖഫ് ഭൂമിയെ വഖഫ് സംഘടനയെക്കാളും അല്ലെങ്കിൽ വഖഫിന്റെ ആ അധികാരത്തെക്കാളും വലിയ അധികാരം കമ്മീഷനില്ല. ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. കാരണം വഖഫിന്റെ താഴെയാണ് കോടതി പോലും വരുന്നത്. പിന്നെ എങ്ങനെയാണ് കമ്മീഷന് വഖഫിനെ? അപ്പൊ അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്നുള്ളതാണ് അടിയന്റെ ഒരു വിശ്വാസം. ബാക്കി മുനമ്പത്തുകാരുടെ യോഗം പോലിരിക്കും. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, അത്രയേ പറയാൻ പറ്റുള്ളൂ. ആരൊക്കെയോ വരുന്നുണ്ട്. വിനു, താങ്ക് യു വിനു. അപ്പൊ അതങ്ങനെ. പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? ബാക്കിയുള്ള കാര്യങ്ങളും തഥൈവ തന്നെയാണ്. നമ്മുടെ രാഷ്ട്രീയത്തിനൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. സോറോസ് വിളങ്ങുന്നു, മറുവശത്ത് എപ്പോഴും അവർക്ക് ഉള്ള പേരെന്താണ്, ഈ മൾട്ടിനാഷണൽസിനെ സഹായിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ തന്നെ മോദി രാജിവെച്ച് പോകണം എന്നുള്ളതാണ് ഈ ആഴ്ച. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മൾ ജയിപ്പിച്ച് വിട്ടവര് സത്യത്തിൽ അവിടെ കാണിക്കുന്ന പേക്കൂത്ത് കാണുമ്പോൾ സഹിക്കുന്നില്ല. ചാട്ടവാറുണ്ടെങ്കിൽ ചാട്ടവാറെടുത്ത് പണ്ട് ക്രിസ്തു വന്ന പോലെ എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കാൻ തുടങ്ങിയ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ അവിടെ പൂജിക്കപ്പെടേണ്ടുന്ന ഒരിടത്ത്
തനി ചന്ത പോലെ ആയിട്ടുണ്ട്. പാർലമെന്റിന്റെ ഒരു പ്രവർത്തനവും നടക്കാത്ത അവസ്ഥ. മനുഷ്യരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ശബ്ദം അവിടെ ഉച്ചത്തിൽ പറയേണ്ടുന്നവർ കൂക്കി വിളിക്കുകയാണ്. ഈ 4ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ പരസ്പരം കൂവി വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഉയരണം. പക്ഷെ അത് ഈ കുറുക്കന്മാരെ പോലെ ഓലിയിട്ട് കഴിഞ്ഞാൽ ഏത് ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത്? പറയാനുള്ളത് വ്യക്തമായി പറയാൻ സഭ ഉപയോഗിക്കാം, മാന്യമായിട്ട് ആഞ്ഞടിക്കാം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തോന്നും. എന്താ പറയുക? അപ്പം പാർലമെന്റ് അങ്ങനെ മുന്നോട്ട് പോകുന്നു. നമ്മളൊക്കെ ഇപ്പം എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? കേരളം 3ാമത്തത് നമുക്ക് അറിയാം. വയനാട്ടുകാരുടെ കാര്യം ഘട്ടത്തിലാണ്, അതും അങ്ങനെ പോകുന്നു. സത്യത്തിൽ മരവിച്ച ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് വേണം പറയാം. ഒരു മരവിപ്പ് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അത് രാഷ്ട്രീയമാണെങ്കിലും ശരി, മറ്റു രീതിയിലാണെങ്കിലും ശരി, ഒരു തരം മരവിപ്പാണ് നമുക്കൊക്കെ തോന്നുന്നത്. ആ മരവിപ്പിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മരവിപ്പിക്കുന്ന ചില കാഴ്ചകളാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്. ചിലപ്പോൾ ലൈവ് വരുമ്പം നമുക്ക് തോന്നും വേണ്ട, ഇത് കാണാൻ പറ്റില്ല എന്ന് തോന്നിപ്പോകും. സത്യത്തില് അങ്ങനെ തോന്നിപ്പോകും. നല്ല മറ്റ് വിശേഷങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നൊന്നും വരുന്നില്ല, ആരുമില്ല തോന്നുന്നു. പൊതുവെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു മടുപ്പാണ്. ഫേസ്ബുക്കിൽ പോലും ഒരു മടുപ്പ് ഇങ്ങനെ കാണുന്നുണ്ട് എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വിഷയത്തിൽ ആണെങ്കിലും ശരി, ആകെ കൂടി ഇപ്പം നടക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഗാസ യുദ്ധം കഴിഞ്ഞിട്ട് ഇപ്പൊ നടക്കുന്ന യുദ്ധം, ഈ യൂട്യൂബിൽ നടക്കുന്ന ഒരു വലിയ യുദ്ധമുണ്ട്. ജാമിദ ടീച്ചറും ജബ്ബാർ മാഷും അതുകൂടാതെ പണം അവരുടെ കയ്യിലാണ്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരാൻ വന്നത്. ഇപ്പൊ എന്തായാലും ഈ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത് ഇസ്ലാമിക വിഷയങ്ങളുമായിട്ട് ഈ ഒരു വലിയ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് കോയാക്കോളി, മറുവശത്ത് ജാമിദ ടീച്ചർ, ജബ്ബാർ മാഷ്, ഷൗക്കത്ത് അലി, ഇങ്ങനെ തുടങ്ങി ഒരു യുദ്ധം തന്നെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും വളരെ രസകരമായിട്ട് ഇപ്പൊ സിനിമ കാണുന്നതിനേക്കാളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കോയാക്കോളിങ്ങും അല്ലെങ്കിൽ ലിയാഖത്തിന്റെ ഇതൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പൊ ഇവരുടെ ഈ സംവാദങ്ങൾ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതിൽ 2-3 കൊണാപ്പന്മാർ വേറെയുണ്ട്. ഈ 3 കസേരയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്ന എന്താ UA സർട്ടിഫിക്കറ്റ്, അത് അതിനേക്കാളും വലിയ രസം. എന്തെങ്കിലും പറയുക എന്നിട്ട് ഓടുക, ഒരു കാര്യത്തിന് മുന്നോട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ ജീവിതം തള്ളി നീക്കുക എപ്പോഴുള്ള പണി. കാരണം മറ്റൊന്നുമില്ല, നമുക്ക് രസകരമായിട്ട് തോന്നുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ഈ തകർപ്പൻ പരിപാടികളാണ്. ഇപ്പോൾ സിനിമ വേണ്ട, സീരിയലും വേണ്ട. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരുന്നാൽ യുദ്ധം നടക്കുമ്പം ഇപ്പോൾ സിറിയയിലെ യുദ്ധം പോലെയല്ല ഇവിടുത്തെ യുദ്ധം. ഇവിടെയാണ് യുദ്ധം നടക്കുന്നത്. കേരളത്തിനാണ് ഈ പറയുന്ന മതമൗലികവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്.
ഇപ്പോൾ ഈ ലിയാഖത്തലിയൊക്കെ ജ്യൂസ് അടിച്ച് കൊടുത്താൽ ഒട്ടനെ ആരും വലിച്ചു കുടിക്കും. ആ പരുവത്തിലായിട്ടുണ്ട്. എന്തായാലും ശരി, കേരളത്തിൽ അതിൻ്റെതായ ഒരു മാറ്റം. എനിക്ക് കോയ കോഡിങ്ങില് വിളിക്കുന്ന ചില പെൺകുട്ടികളൊക്കെ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പം ആ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം വളരെയധികം പ്രകടമാവുന്നുണ്ട്. ആ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം വളരെയധികം പ്രകടമാവുന്നുണ്ട്. അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, സത്യം അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. അത് രസകരമായിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും ഏറ്റവും കൂടുതൽ. കാരണം യുദ്ധം ഏകദേശം തീർന്നു. യുദ്ധം തീർന്നു. ഇന്നൊരു വെടിമുട്ടിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഈ പറയുന്ന ഭീകരതയുടെ തലവൻ ഇന്ന് വെടി തീർന്നിട്ടുണ്ട്. ഒരാൾ വന്ന് സ്വയം പൊട്ടിയതാണ് പോലും. അപ്പോൾ ആ വാളെടുത്തവരൊക്കെ വാളാൽ തീരും. ഇപ്പൊ സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? സിറിയ എന്നൊരു രാജ്യം തന്നെ ഇല്ലാതായിരിക്കുന്നു. അവിടത്തെ കൃത്യമായിട്ട്, കാരണം ഇപ്പൊ അവിടെ യുദ്ധം അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്ര നിലപാടുകാർ അത് സിറിയയെ പിടിച്ചെടുക്കാൻ ഏറ്റവും വലിയ കാരണം ഈ പറയുന്നത് നമ്മുടെ യുദ്ധം തന്നെയാണ്. കാരണം എല്ലാവരുടെയും ശ്രദ്ധ ഗാസയിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഗാസ മാത്രമാണ് ഇപ്പൊ അവശേഷിക്കുന്നത്. ബാക്കി എല്ലാ യുദ്ധങ്ങളും ഏകദേശം അടിച്ചൊതുക്കി. ഈ സമയത്ത് കൃത്യമായിട്ടും മറ്റുള്ളവർക്ക് ഈ സിറിയ പിടിച്ചെടുക്കാൻ ഒരു അവസരം ഉണ്ടായി. കാരണം അവിടെ തീവ്രവാദത്തിന്റെ ശക്തി കുറഞ്ഞു. ലബനാനിൽ തീവ്രവാദത്തിന്റെ ശക്തി കുറഞ്ഞപ്പോ ഹിസ്ബുള്ളയുടെ ശക്തി കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സിറിയയിലെ ഈ മാറ്റം കൊതിക്കുന്ന ആളുകളുടെ, അതും ഭീകരന്മാർ തന്നെയാണ്. പക്ഷെ ഇപ്പൊ അവരുടെ സ്വഭാവം ഒന്ന് മാറ്റിയിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ആധുനിക ഭീകരന്മാരാണ് എന്ന് പറയുന്ന രീതിയിൽ അവർ മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എന്തായിക്കോട്ടെ, ശരി. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഇസ്രായേലും നല്ലൊരു അവസരമായി എടുത്ത് കൃത്യമായിട്ട് സിറിയയിൽ നേരത്തെ ഹിസ്ബുള്ള ശേഖരിച്ച് വെച്ചിരുന്ന ആയുധങ്ങളൊക്കെ തൂഫാനാക്കി. അതുകൂടാതെ തന്നെ ഈ സിറിയയുടെ പക്കലുണ്ടായിരുന്ന കപ്പലുകളും വിമാനങ്ങളും ഒക്കെ തൂഫാനാക്കി. ചുരുക്കി പറഞ്ഞാൽ സിറിയക്ക് പ്രതിരോധ ശക്തി ഇല്ലാത്ത ഒരു ഏരിയ ആയിട്ട് ഇറാൻ അവിടെ കൊണ്ടുവച്ചിരുന്ന എല്ലാ വിമാനങ്ങളും തവിട്ട് പൊടിയായി. ഇറാന്റെ സൈനിക ശക്തി അവിടെ ഇല്ലാതായി. റഷ്യയുടെ സൈനിക ശക്തി അവിടെ ഇല്ലാതായി. ഇതിലൊക്കെ പറയുന്നത് ഈ പറയുന്ന വാളെടുത്തവൻ വാളാൻ തീരും എന്ന് പറഞ്ഞു വരും. പക്ഷെ അത് നമുക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് അവിടുത്തെ ഭരണകൂടം ഉണ്ടാക്കി വെച്ച ആ ജയിലറുകൾ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. മാനവീയതയെക്കുറിച്ച് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക രാജ്യമായിരുന്നു സിറിയ. അവിടെ 10,000-കണക്കിന് മനുഷ്യരെ ജയിലിലിട്ടിട്ട് അതും അണ്ടർഗ്രൗണ്ടിലൊക്കെ ഇട്ട് പൂട്ടി. അതുപോലെ ദിവസം 100 പേരെയായിരുന്നു പോലും കശാപ്പ് ചെയ്തിരുന്നത്. ഒരു ദിവസം 100 പേരെ കശാപ്പ് ചെയ്യുന്നു. അതൊക്കെ നമുക്ക് ഇപ്പം വിദേശ TV-യിൽ ഇവര് കാണിക്കില്ലല്ലോ. ആര് നമ്മുടെ മുക്കാൽ ചാനലൊന്നും ഇത് കാണിക്കില്ല, നമ്മുടെ ചാനലുകളൊന്നും ഇത് കാണിക്കില്ല. അവിടുത്തെ തടവറകളും അതൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സിറിയയിലെ മുഴുവൻ ദൃശ്യങ്ങളും പുറത്തു വന്നപ്പോഴും നമ്മുടെ മാപ്രകളൊന്നും ഇത് തൊട്ടു നോക്കുക പോലും ചെയ്തില്ല. മാപ്രകള് ബാക്കി ഇവിടെയുള്ള ഈ മോദിക്ക് എന്തൊക്കെ അടിക്കാൻ പറ്റും നോക്കിയിട്ടായിരുന്നു. അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിയുന്നില്ല, ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിയുന്നില്ല, അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുന്ന എല്ലായിടത്തും ഈ പറയുന്ന ഈ വർഗം പരസ്പരം തല്ലി തീരുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ അവിടുന്ന് പലായനം ചെയ്യുന്നു. ഒരു വശത്ത് ഇന്നലെ 100ഓളം ട്രക്കുകൾ, ആയുധം നിറച്ച ട്രക്കുകൾ ഇസ്രായേലിന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഇസ്രായേലിന്റെ ശത്രുക്കളിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇസ്രായേൽ അതിന് ബോംബിട്ട് തകർത്തു. 100ഓളം ട്രക്കുകൾ, ആയിരക്കണക്കിന് ആയുധങ്ങൾ, അത് നമ്മൾ കണ്ടു. ആ രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന ആ അസ്വസ്ഥത ഗുണപരമായി ഭവിക്കുമോ അല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. എന്തായാലും ഈ വാരം കുറേയൊക്കെ നമുക്ക് പ്രതീക്ഷയുള്ളതാണ്. മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള വാർത്തകളൊക്കെ പ്രതീക്ഷയുള്ളതാണ്. ഒപ്പം നമ്മുടെ ഈ പറയുന്ന മുൻപത്തെ നമുക്ക് നിരാശ ഉണ്ടാകുമോ എന്നുള്ള ഒരിതുണ്ട്. പിന്നെ ഈ കേരള സ്റ്റേറ്റിൽ ഈ BJP നന്നായിട്ട് പ്രവർത്തിച്ചാൽ കോൺഗ്രസ് ജയിച്ചു വരും. ആ ഒരു അവസ്ഥയുണ്ട്. കാരണം ജനങ്ങൾക്ക് ഈ ഇടതുപക്ഷത്തു നിന്ന് മാറിയിട്ട് വേറെ ഒരു പക്ഷമില്ല എന്നുള്ളത് ഇന്നത്തേക്ക് ഇലക്ഷൻ റിസൾട്ട് വരുമ്പം കാണുന്നത് അതാണ്.
എല്ലാവരും കൊണ്ടുപോയിട്ട്, കാരണം ഈ പറയുന്ന മാൻഡ്രേക്കിനെ ഒഴിവാക്കണം എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ട് എല്ലാവരും പോയിട്ട് അപ്പുറത്തേക്ക് താങ്ങി കൊടുക്കുന്നുണ്ട്. പണ്ട് ശബരിമല വിഷയം വന്നപ്പോൾ ഉണ്ടായ അതേ അവസ്ഥയിലായിരിക്കും എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ തന്നെയായിരിക്കും. ഈ മാൻഡ്രേക്കിനുള്ള മുഴുവൻ വൈരാഗ്യം കൊണ്ടുപോയിട്ട് BJP-ക്കാരടക്കം കണ്ടേ കോൺഗ്രസിന് കുത്തുവോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ റിസൾട്ട് വരുന്നത്. അപ്പം ഇവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും, ഒരു മാറ്റമില്ലാതെ പോകും. ലോകത്ത് വേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞത് വാളെടുത്തവൻ വാളാൽ തന്നെ ഇല്ലാതാവുന്നുണ്ട്. അത് ആ മാറ്റം നമുക്ക് ശുഭ സൂചന നൽകുന്നുണ്ട്. ഇസ്രായേൽ ശാന്തമായി തുടങ്ങി. അപ്പോൾ അവിടുത്തെ നോർത്തിലേക്ക് ജനങ്ങൾ തിരിച്ചു വന്നു തുടങ്ങി. അവരുടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ തുറന്നു തുടങ്ങി. അശാന്തി ഇനി അവിടെ ഒന്നും ബാക്കിയില്ല. ഗാസയിൽ ഇനിയൊന്നും ബാക്കിയില്ല, തകരാൻ മുഴുവൻ തന്നു. എന്നിട്ടും അവശേഷിക്കുന്ന 100-200 ഈ ധീര യോദ്ധാക്കൾ എന്ന് പറയുന്ന തീവ്രവാദികൾ അവിടുത്തെ മനുഷ്യരെ കൊണ്ട് പന്താടുകയാണ്, അവരുടെ ജീവനും കൊണ്ട് പന്താടുകയാണ്. ഇപ്പോഴും അവർ എന്തായിട്ടില്ല, ഈ പറയുന്ന പിടിച്ച് കൊണ്ടുപോയ ആൾക്കാരിലെ ഇനി എന്തോ കുറച്ച് പേരാ ജീവിച്ചിട്ടുള്ളത്. അവരെ തിരിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമാണ്. പക്ഷെ തിരിച്ചു കൊടുക്കില്ല. എല്ലാവരും കൊലയ്ക്ക് കൊടുത്തിട്ട് ഒരു രാജ്യം തന്നെ ഇല്ലാതാക്കി പരിപൂർണമായിട്ട് തകർച്ചയിലേക്ക് എത്തിച്ച് മാറി നിൽക്കുകയാണ് ഭീകരവാദം. ഒരാളും അവിടെ നിന്ന് നമുക്ക് ആദ്യം ഗാസയിലെ മുറവിളി കേട്ടിട്ടുണ്ട്, സേവ് ഗാസ സേവ് ഗാസ. ഇന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല. എല്ലാവരും വിളിച്ചു അവിടുന്ന് ഗാസയിൽ ഹേ മുസ്ലിം രാജ്യങ്ങളെ വരൂ ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞ് അവിടുന്ന് ഭീകരവാദികൾ മുറവിളി കൂട്ടി. ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. ഇത്രയേ ഉള്ളൂ. ആധുനിക ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കും. ആധുനിക ജീവിതത്തിൽ മനുഷ്യരെ തിരിച്ചറിയും, രാജ്യങ്ങളെ തിരിച്ചറിയും. ഭീകരത കൊണ്ടൊന്നും നേടാൻ പറ്റില്ല എന്ന് തിരിച്ചറിയും. പക്ഷെ കേരളത്തിൽ മാത്രം ഈ ഭീകരത വിട്ടുപോവില്ല. കാരണം ഇവിടെ നമ്മുടെ യുവത്വം ഈ പറയുന്ന ഒന്നുകിൽ ആ കഞ്ചാവ് വലിച്ചിരിക്കുന്ന ഭാഗത്ത്, മറ്റതെല്ലാം വന്നിട്ട് തീവ്രവാദലയിൽ ഇങ്ങനൊരു മാറ്റം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും ഉടനെ വരും ചാണകസംഖ്യ എന്ന് വിളിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരും. ഒരു കാര്യം പറയാൻ പറ്റില്ല, നല്ല കാര്യം പറയാൻ പറ്റില്ല. എപ്പോൾ എനിക്കൊക്കെ എന്നെയൊക്കെ അവർ എപ്പോൾ തീർക്കണം എന്ന് ആലോചിച്ച് നടക്കുക. തീരുന്നില്ല. ഇതെന്താ ചാവാത്തത്? ചത്തില്ലേ, ഇനിയും ചത്തില്ലേ എന്നാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വകുപ്പ്. എന്തായാലും ഇവർക്ക് ഈ ചാവലും കൊല്ലലും മാത്രമേ അവരുടെ ഉള്ളിൽ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വിഭാഗം തീവ്രവാദികളെല്ലാം തന്നെ ചത്തൊടുങ്ങുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോകത്തെല്ലാമായിട്ടെത്തും ഇത് ചത്തൊടുങ്ങുന്നുണ്ട്. അതിൽ എല്ലാം പിടിച്ചടക്കിയാലും അവസാനം പരസ്പരം ഒടുവിൽ നിഴലിനോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വിഭാഗം. തീവ്രവാദികൾക്ക് ആരെയും കൊല്ലാൻ കിട്ടിയില്ലെങ്കിൽ തന്റെ നിഴലിനോട് യുദ്ധം ചെയ്യുന്നവരാണ് തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലേക്ക് ലോകം മാറി. എന്തായാലും ലോകം കുറേയൊക്കെ പഠിച്ചു എന്നുള്ളതാണ്. കാരണം ഈ പക്ഷത്തിന്റെ കൂടെ നിൽക്കാൻ ആരും തന്നെ വന്നില്ല. ഗാസ എന്ന് കരഞ്ഞെങ്കിലും UN കുറെ ബഹളം ഉണ്ടാക്കിയെങ്കിലും ശരി, ഈ പറയുന്ന ഹമാസിന്റെ കൂടെ നിൽക്കാൻ ആരും വന്നില്ല. ഖത്തറിന് അവസാനം ഈ ഭീകരവാദികളൊക്കെ പുറത്തേക്ക് ഓടിച്ചു വിടേണ്ടിയും വന്നു. കാരണം ആ രാജ്യത്തിന് പോലും ശല്യക്കാരായിട്ട് മാറിയതുകൊണ്ട് അവരെ പുറത്താക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ അവസാന നിമിഷത്തിൽ പറയാൻ പറ്റും. ഇനി ഗാസയിലൊന്നുമില്ല, തരുമ്പുമില്ല, ഒരു കാര്യമില്ല. ഗാസയിൽ എല്ലാം തീർന്നു. കുറേ എന്താ പറയുക, കോൺക്രീറ്റ് കൂനകൾ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ ജീവിതത്തിന്റെ ഒരു പച്ചപ്പ് എന്ന് പറയുന്ന സംഗതി അവിടെ ഇല്ല. അല്ലാതെ അതൊക്കെ തീവ്രവാദത്തിന്റെ പരിണിത ഫലം. തീവ്രവാദത്തിന് അങ്ങനെയാണ്. ഈ സിറിയയുടെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഭാഗവും ഇതുപോലെ പ്രേത ഭവനങ്ങളാണ്. 10-15 വർഷമായിട്ട് നിരന്തരമായിട്ട് യുദ്ധം ചെയ്ത് റഷ്യക്കാർ കൊണ്ടേ പോകുമ്പോട്ട്, അമേരിക്കക്കാർ കൊണ്ടേ പോകുമ്പോട്ട്, ഇങ്ങനെ പോകുമ്പോട്ട് തകർത്ത പ്രേതാലയങ്ങളുടെ ഒരു ഭൂമിയാണ് സിറിയ. ഒരു വശത്ത് കംപ്ലീറ്റ് മനുഷ്യജീവിതമില്ലാത്ത ഈ ശ്മശാന ഭൂമി പോലെ ഉള്ള കെട്ടിടങ്ങളൊക്കെ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ.
ആ രാജ്യത്തിൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ഭരണകൂടം ഇല്ലാതായിരിക്കുന്നു. ഈ തീവ്രവാദികൾ ഇനി ഒരു തീവ്രവാദികളായിട്ട് വന്ന് അവർ സ്റ്റേറ്റിൻ്റെ ഓണറായി ഇനി അവിടെ എപ്പോൾ എങ്ങനെ ഒരു പുതിയ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കും, അവിടെ ജനാധിപത്യം ഉണ്ടാവുമോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് വരാൻ വേണ്ടി വന്നു മനോജ്. നമസ്കാരം മനോജ്. തോമസേ സിംഹനല്ല, സിംഹമല്ല, ഓക്കെ സിംഹനാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും ഏതായാലും വന്നവർക്കൊക്കെ സന്തോഷം. അത് ഈ എന്തുകൊണ്ട് ഹിന്ദു, ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചാണ്. അതായത് ഈ 4 വർണ്ണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ഹിന്ദുവിൻ്റെ ആണ് ഈ 4 വർണ്ണങ്ങളും. ഇത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇതിൽ വൈശ്യാണ് കച്ചവടം, കൃഷി, കച്ചവടം എന്ന് പറയുന്നത് വൈശ്യ സ്വഭാവമാണ്. ഹിന്ദുവിന് അതില്ല ഇപ്പോൾ. കാരണം ഹിന്ദുവിൻ്റെ ഭൂമിയും ഒക്കെ ഹിന്ദു വിറ്റ് പൊട്ടടിച്ച് ജീവിച്ചപ്പോൾ പഴയ പ്രമാണികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അത് വിറ്റില്ലാണ്ടായി. കൃഷിയും നമ്മൾ ഇവിടുത്തെ എന്താണ് കമ്മ്യൂണിസം വന്നതോടുകൂടി കൃഷി എന്നെ ഗതികെട്ട അവസ്ഥയിലായി. കാരണം ഈ നമ്മുടെ ഭൂപരിഷ്കരണവും കാര്യങ്ങളെല്ലാം കൂടി വന്നപ്പോൾ കൃഷി അതുകൂടി 1956 തന്നെ പൂട്ടിക്കെട്ടിയതാണ്. പിന്നെ ഇപ്പം ഹൈന്ദവൻ്റെ ഗതി എന്ന് പറയുന്നത് മറ്റവർക്ക് വേണ്ടി ജോലി ചെയ്യുക, എന്തെങ്കിലും സർക്കാർ ഉദ്യോഗം അല്ലെങ്കിൽ സ്കൂൾ മാഷ്. കച്ചവടത്തിനടുത്ത് പോയി ടൗൺഷിപ്പിൽ ഹിന്ദു കച്ചവടം ചെയ്യുന്നവർ എത്ര പേരുണ്ട്? വളരെ കുറച്ച് പേരുള്ളൂ. അപ്പോൾ വൈശ്യ സ്വഭാവം നഷ്ടപ്പെട്ട ഹിന്ദുവാണ് എന്നുള്ളത്. അതേപോലെ ക്ഷത്രിയ സ്വഭാവം ഇല്ല. അപ്പോൾ വർണ്ണങ്ങൾ ഇനി പറയുമ്പോൾ 2 വർണ്ണം പറഞ്ഞതായി. ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ വർണ്ണം അറിയാലോ, അമ്പലത്തിലുള്ള കുറച്ച് ബ്രാഹ്മണരുണ്ടാവാം, ബാക്കിയൊക്കെ ശൂദ്രരാണ് കൂടുതലും. ഈ പറയുന്ന ക്ഷത്രിയരും പോയി, ക്ഷത്രിയ ഗുണവും പോയിരിക്കുന്നു, വൈശ്യഗുണവും പോയിരിക്കുന്നു. ഇത് രണ്ടും ഇനി ഉണ്ടായേ ഒക്കുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ശരിയാണ്, ലൈവിൽ വരുന്നത് അറിയുന്നില്ല, കാരണം ഞാൻ മുൻകൂട്ടി അറിയിച്ചില്ല. ഇന്നിങ്ങനെ ഒരു മൂഡ് തോന്നിയപ്പോൾ അങ്ങോട്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒന്നും എന്താ പറയുന്നത്, വന്നിട്ട് എന്ത് പറയാനാ എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വൈശ്യഗുണം ഉണ്ടാകണം. വൈശ്യഗുണം ഉണ്ടാകുമ്പോഴാണ് അവർ സമൂഹത്തിൽ മുന്നോട്ട് വരുള്ളൂ. ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്, ശരി തന്നെ. ഇപ്പൊ കേരളം അതിൽ നിന്ന് ഭിന്നമാണ്. കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒരിക്കലും ഒരു ബിസിനസ് മൈൻഡഡ് അല്ല. ബിസിനസ് മൈൻഡഡ് ആയേ ഉള്ളൂ. സമ്പാദ്യം വേണം, മുന്നോട്ട് പോകണം, എന്തെങ്കിലും വ്യവസായത്തിലേക്ക് ഇറങ്ങണം. വ്യവസായം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഈ രാജ്യത്ത് നിലനിർത്തുന്നത്. കേരളത്തിൽ ഹിന്ദുവിന് അറിയാവുന്നത് കൃഷിയായിരുന്നു. ആ കൃഷിന് നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാർ അതിനെ ഇല്ലാണ്ടാക്കി. പിന്നീട് ബാക്കി ബിസിനസ്, അതിന് ആ ഒരു മനസ്സ് ഹിന്ദുവിന് ഇല്ലാതെ പോയി. കാരണം ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ എന്നുള്ളത് തോന്നല്. ആകെ കൃഷിയും ഈ പറയുന്ന ബിസിനസ്സുമായിട്ട് ഉണ്ടായിരുന്ന കുറച്ച് ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ യൂറോപ്പിലേക്ക് പോയി. കാരണം അവർക്ക് ഇവിടത്തേക്കാളും നല്ലത് അവിടെയാന്ന് തോന്നി. അവിടെ കൂടുതൽ ആൾക്കാർ സെറ്റ് ചെയ്തു. അപ്പം അവരുടെ കാര്യം, അവർക്ക് കൃഷിയിൽ ഈ റബ്ബർ കൃഷിയായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നു. അത് നഷ്ടമായപ്പോൾ അവരതിന് പിന്നോട്ട് പോയി. ഇവിടെ അതേ സമയത്ത് അവർ ചെയ്യുന്നത് ഒരു മടിയുമില്ലാത്ത ഈ വൈശ്യ സ്വഭാവം അവർക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അവർ ഗതി പിടിക്കുന്നു. അസൂയപ്പെട്ടിട്ടൊരു കാര്യമില്ല. മീൻ കച്ചവടത്തിന് വേണോ അതിന് പോകും, എന്ത് കച്ചവടത്തിന് വേണോ വേണ്ടാത്ത കച്ചവടം ഉണ്ട്, അത് വേറെ കാര്യം. അതല്ലെങ്കിൽ അവർ അധ്വാനിക്കാൻ തയ്യാറാണ്. അവർ എന്ത് ജോലി ചെയ്യും, പണം ഉണ്ടാക്കും. കാരണം വൈശ്യ സ്വഭാവം അവർക്കുണ്ട്. അത് നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ആ സ്വഭാവത്തിലേക്ക് വരിക, ചെറിയ സംരംഭങ്ങൾ തുടങ്ങുക, നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കുക. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ആര്യഭവൻ ബ്രാഹ്മണന്റെ ചായക്കടി ആയിരിക്കും എന്ന് കയറി ബില്ല്
പേ ചെയ്യുമ്പോൾ അതിൽ വരുന്ന പേര് അദ്രിമാൻ ഉസ്മാൻ. അതിൽ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നമുക്കറിയാം ആര്യഭവൻ നന്നായിട്ട് പോകും, പോറ്റീസ് ഹോട്ടൽ നന്നായിട്ട് പോകും, നല്ല ബ്രാൻഡാണ്. ബ്രാഹ്മിൺസ് അച്ചാർ നന്നായിട്ട് പോകും. അങ്ങനെ ഹൈന്ദവ നാമങ്ങൾ അവർ വെറുക്കുന്ന എന്ന് പറയുന്ന, അയ്യോ ബ്രാഹ്മണ മേധാവിത്വം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ പേരിട്ടിട്ട് അച്ചാർ വയ്ക്കാം, പൊടി വിൽക്കാം, അതിലൊക്കെ അവരുപയോഗിക്കാം. ഉടുപ്പി റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് ഗണപതിനെയും വെക്കും, സരസ്വതിനെയും വെക്കും. പേര് ഓണർ ഉസ്മാനോ അദ്രൈമാനോ ആയിരിക്കും, അത് യാതൊരു കുഴപ്പമില്ല. അതാണ് ബിസിനസ്, അതാണ് വൈശ്യ സ്വഭാവം എന്ന് പറയുന്നത്. അതെന്താ മര്യാദക്ക് നല്ല വെജിറ്റബിൾ ഹോട്ടൽ ഹൈന്ദവൻ ഉണ്ടായിക്കൂടെ? അവരെ കുറ്റം പണ്ട് വല്ല കാര്യമുണ്ട്? അപ്പൊ എന്തായാലും മാറ്റം ഉണ്ടാവട്ടെ, നല്ലത് വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ 30 മിനിറ്റായി. ഞാൻ മുൻകൂട്ടി അറിയിക്കാത്തതുകൊണ്ടാണ് ലൈവിൽ വരുമ്പോൾ ആളുകൾ കുറയുന്നത്. എന്തായാലും സന്തോഷമുണ്ട്. കുറച്ച് ദിവസത്തിനകം അങ്ങനെ ഒന്ന് വന്നു പോവുക. വിഷയങ്ങളുടെ ദാരിദ്ര്യം, വിഷയങ്ങൾ പ്രതികരിച്ചിട്ടും വലിയ കാര്യമില്ല എന്ന് തോന്നിയിട്ട് അതങ്ങനെയുണ്ട്. കാരണം വിഷയങ്ങൾ പ്രതികരിക്കാത്തൊരു സമൂഹമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. മറ്റ് സ്റ്റേറ്റുകളൊക്കെ എത്രയോ നന്നായിരിക്കും എല്ലാ അർത്ഥത്തിലും. സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും കേരളത്തെക്കാളും ഒരുപാട് മുന്നിലാണ് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന്. നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഗുരുവായൂർ സങ്കടകരമായിട്ടുള്ള ഗുരുവായൂരിലെ ആചാരങ്ങൾ എല്ലാം മാറ്റുന്നു. ആ ആചാരം തെറ്റിയെന്ന് സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നിരിക്കുന്നത് എന്ന് മാറ്റാൻ? നമുക്കൊരു നിവൃത്തിയില്ല. സഖാക്കൾ ഭരിക്കുമ്പോൾ ക്ഷേത്രങ്ങളൊക്കെ ഹിന്ദുവിൻ്റേതല്ലാതായി മാറുന്നു. അവിടെ സഖാവ് ഈ പറയുന്ന ദേവസ്വം ബോർഡ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദേവസ്വം ബോർഡ് പോലെ ഒരു ബോർഡാണ് നേരത്തെ പറഞ്ഞ ബോർഡ് ഇല്ലേ, വഖഫ് ബോർഡ്. വഖഫ് ബോർഡിന് എന്തുമാത്രം പവറുണ്ട്. ആ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ ബോർഡാണ്. ദേവസ്വം ബോർഡോ അവിശ്വാസികളുടെ ബോർഡ്. രാഷ്ട്രീയക്കാർക്ക് നിരങ്ങി എന്താ പറയാ നശിപ്പിക്കാനുള്ള ഒരു ഇടമായിട്ട് ദേവസ്വം ബോർഡ് നിൽക്കുന്നു. അവിടെ ഹിന്ദുവിന്റെ വികാരങ്ങൾക്കോ വിചാരങ്ങൾക്കോ ഒരു സ്ഥാനവുമില്ല. ഹിന്ദുവിൻ്റെതാണ് ക്ഷേത്രം എന്നുള്ള ബോധം പോലുമില്ല. അത് പറ്റുമെങ്കിൽ മറ്റു പലർക്കുമായിട്ട് എഴുതി കൊടുക്കാൻ തയ്യാറായിരിക്കുക. ഇന്ന് പല ക്ഷേത്രങ്ങളും പള്ളിയായി മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ ഉള്ള ക്ഷേത്രങ്ങൾ പോലും, ആ ക്ഷേത്രങ്ങളെ പോലും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റി നശിപ്പിച്ച് ഉദാസന പൂജ വേണ്ട, കർപ്പൂരം വേണ്ട, മഞ്ഞൾ വേണ്ട, ഇങ്ങനെ വേണ്ടായ്മകൾ എല്ലാം വേണ്ടായി. തേങ്ങ കൂട്ടൽ വേണ്ട. ആചാരങ്ങൾ ആണോ അനുഷ്ഠാനങ്ങളാണോ? ഒന്നില്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുക. ഹൈന്ദവർ കൂടി ചേർന്ന് തീരുമാനം എടുക്കുക എന്തൊക്കെയാണ് ഞങ്ങളുടെ ആചാരങ്ങൾ. ആ ആചാരങ്ങൾ ഓരോ ക്ഷേത്രത്തിൻ്റെ മുമ്പിലും എഴുതി പ്രദർശിപ്പിക്കുക. ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ഇന്നതൊക്കെയാണ്. അതിന് അണുകിട മാറ്റം വരുത്താതെ അത് പരിപാലിക്കുമെന്ന് എഴുതി ഓരോ ക്ഷേത്രത്തിൻ്റെ മുമ്പിലും ബോർഡുകൾ വേണം. അവിടുത്തെ ആചാരങ്ങൾ ജനങ്ങൾ അറിയണം. അതിൽ മാറ്റം വരാൻ പാടില്ല. മന്ത്രിമാർക്കൊപ്പം തന്ത്രിമാർ മാറാൻ പാടില്ല. അപ്പൊ അത് ദോഷം ചെയ്യും. ക്ഷേത്രത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ശക്തി ക്ഷയിക്കും. അതൊരു ക്ലബോ അതല്ലെങ്കിൽ ഒരു വെറും ഒരു സ്ഥാപനമായിട്ട് മാറും. ശക്തി എന്ന് പറയുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ കുറവ് വന്നാൽ പിന്നെ എന്ത് ദേവതയാണുള്ളത്?
കൽപ്പിച്ച് നൽകിയിട്ടുള്ള ഞാൻ ഇന്നത് തന്നുകൊള്ളാം, ഇന്നതുപോലെ ഉത്സവം നടത്തിക്കൊള്ളാം എന്ന് ദേവതയ്ക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് പാലിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആ ക്ഷേത്രം ഇല്ലാതായതാണ്. ഈ ക്ഷേത്രത്തിൽ എങ്ങനെ കയറണം എന്നുള്ളത് പോലും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആര് കയറാൻ പാടില്ല എന്നൊക്കെ ഓരോ ക്ഷേത്രത്തിലുമുണ്ട്. ഏത് രീതിയിൽ കയറണം എന്നുള്ളതൊക്കെ ഉണ്ട്. അവിടുത്തെ ആചാരങ്ങൾ, ഏതൊക്കെ പുഷ്പങ്ങൾ എന്തൊക്കെ ചെയ്യണം, അത് ചെയ്യണമെന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ ലിഖിതമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ അത് പ്രദർശിപ്പിക്കുക എന്നുള്ളത് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് ഓരോ ക്ഷേത്രത്തിലും. ഇപ്പോൾ ഒരു ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവിടുത്തെ ചിട്ടവട്ടങ്ങൾ എന്ന് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ എഴുതിയാൽ കുട്ടികൾക്ക് വരുമ്പോൾ അത് വായിച്ചിട്ടെങ്കിലും മനസ്സിലാക്കാം. ഒരു ഗണപതി ക്ഷേത്രത്തിൽ എത്ര വലം വയ്ക്കണം, ഒരു ശിവക്ഷേത്രത്തിൽ എങ്ങനെയാണ് വലം വയ്ക്കുന്നത്, ഇതൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒന്ന് എഴുതി വെച്ചാൽ വരുന്നവർക്ക് ഉപകാരപ്രദമാണ്. അത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. ചെയ്യേണ്ടവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ ഗുരുവായൂരൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വിഷമമുള്ള കാര്യങ്ങളാണ്. അതിൽ ദുഃഖമുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന ദുഃഖമുണ്ട്. ഇനിയിപ്പോൾ രാമൻസിംഹൻ പറഞ്ഞിട്ട് അതിലൊരു ബുദ്ധിമുട്ട് വേണ്ട. കാരണം രാമസിംഹൻ ജന്മം കൊണ്ട് ഹിന്ദുവായതല്ലോ, കർമ്മം കൊണ്ട് ഹിന്ദുവായതല്ല. അതുകൊണ്ട് ഇനി ആ ഒരു വിഷമം വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഉറക്കെ പറയാത്തത്. അല്ലെങ്കിൽ പറഞ്ഞേനെ, പറയണ്ടെന്ന് വെച്ചിട്ട്. കാരണം പറയേണ്ടുന്നവർ ഒരുപാടുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. അവർ പറയട്ടെ, നമ്മളൊക്കെ കേൾക്കാൻ റെഡിയായിരിക്കുകയാണ്. പക്ഷേ പറയേണ്ടുന്നവർ പറയാതിരിക്കുമ്പോഴാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ഹൈന്ദവ ആചാര്യന്മാർ മുന്നോട്ട് വരട്ടെ. ഇത്തരം സന്ദർഭങ്ങളിൽ ഒത്തുകൂടി ഒരു ശക്തിയായി അവർ മാറിയിട്ട് പ്രഷർ ചെലുത്താനും അതല്ലെങ്കിൽ ചോദ്യം ചെയ്യാനും, ഇത് തെറ്റിക്കുന്നവരെ ചോദ്യം ചെയ്യാനും ഒരു ശക്തി കേരളത്തിൽ ആവശ്യമാണ്. ഒരു ഹൈന്ദവ ശക്തി കേരളത്തിൽ ആവശ്യമാണ്. അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ക്ഷേത്രങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നുണ്ട്. ഒക്കെ കേമമായിട്ട് നടക്കുന്നു. ആളുകൾ കേമമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഭക്തി എന്താണോ അല്ലെങ്കിൽ ആചാരം എന്താണോ എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവർക്കതിനെക്കുറിച്ച് അറിവില്ല. ഇപ്പം ശബരിമലയിലെ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്താണ് വ്യവസ്ഥ എന്നുള്ളത് ഒരു ഗ്രന്ഥമായിട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ സൈറ്റിൽ വേണം. ഓരോ ക്ഷേത്രങ്ങളുടെ ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്നത്. അതിൽ പിന്നെ മാറ്റം വരുത്താൻ പാടില്ല. അപ്പോൾ അത് യഥാവിധി ദേവസ്വം ബോർഡല്ല അത് ഇറക്കേണ്ടുന്നത്. ഈ ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബമാണ്. അല്ലെങ്കിൽ തന്ത്രി ആരാണോ ഇപ്പം നിലവിലുള്ള തന്ത്രിമാർ തന്നെ വേണം. തന്ത്രിമാർ മന്ത്രിമാർക്ക് വേണ്ടിയിട്ട് മാറരുത്. യഥാർത്ഥത്തിൽ എന്താണോ ആ ക്ഷേത്രത്തിൻ്റെ ഇച്ഛ അത് തന്ത്രിമാർ പുറത്തു വിടണം. ഓരോ ക്ഷേത്രത്തിൽ നിന്നും പുറത്തു വിടണം. ഗുരുവായൂരപ്പന് എങ്ങനെയാണ്, ഗുരുവായൂരിൽ എങ്ങനെയാണ് വിശേഷം, എന്താണ് അത് ചെറു ലേഖനങ്ങളായിട്ട് പറ്റില്ല, പുസ്തകമായിട്ട് തന്നെ അവിടെ വരുമ്പോൾ വിതരണം ചെയ്യണം. ഒരു പ്രാവശ്യം ആ ഇവിടുത്തെ ആചാര വ്യവസ്ഥകൾ ഇന്നതാണ്, ഇന്ന കാര്യങ്ങളാണ്, അതിൻ്റെ മഹിമ എന്താണ് എന്ന് അറിയണ്ടേ. ഓരോ ക്ഷേത്രത്തും അങ്ങനെ അറിയിക്കണം. ഇപ്പം കേരളത്തിൽ നിന്നുകൊണ്ട് ഗണപതി ഹോമം ചെയ്യുന്ന ഒരു ക്ഷേത്രം അറിയാമെങ്കിലും, അത് കോഴിക്കോട് തളി ക്ഷേത്രമാണ്. അവിടെ സാധാരണ രീതിയിൽ ഗണപതി ഹോമം ഒരിക്കലും ഇരുന്ന് അല്ലാതെ ചെയ്യാറില്ലല്ലോ. എന്നാൽ തളിയിൽ നിന്നുകൊണ്ടാണ് അവിടെ ഗണപതി ഹോമം നടത്തുന്നത്. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിൽ അത് അവിടുത്തെ വിശ്വാസ പ്രമാണങ്ങൾ. ഗണപതി അവിടെ പ്രത്യക്ഷനായിരുന്നു ഒരിക്കൽ പൂജ നടത്തിയപ്പോൾ. അപ്പോൾ ഗണപതിക്ക് കൊടുക്കാൻ വേണ്ടി പൂജാരിക്ക് എഴുന്നേൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് മിത്ത്. എന്തായാലും ശരി, അങ്ങനെ ഓരോ ക്ഷേത്രത്തിനും പ്രത്യേക ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇത് തുടങ്ങിയത്
ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ അത് വേറൊന്നാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു തുടക്കം കുറിച്ചത്, ആ കുടിക്കുന്നത് ബീറാണെന്ന് തോന്നുമാതിരി, മദ്യമാണോ എന്ന് തോന്നുന്ന രീതിയിൽ, അത് പ്രകൃതി സംരക്ഷണമൊന്നുമല്ല. പകരം ഒരു ദുശ്ചിന്ത കാഴ്ചക്കാരന് കൊടുക്കുകയും ഇതിവിടെ ആവാം, ഒരു സ്റ്റിക്കർ എടുത്ത് മദ്യത്തിൻ്റെ കുപ്പിയുടെ പുറത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇതിൽ കരിങ്ങാലി വെള്ളം എന്ന് ഞാൻ പറയുകയാണ്. കരിങ്ങാലി വെള്ളമാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നം. പക്ഷേ അതിന് ഒരു മദ്യക്കുപ്പിയുടെ അല്ലെങ്കിൽ ബിയറിൻ്റെ സ്വഭാവം വരേണ്ട കാര്യമില്ലല്ലോ അവിടെ. ഒരിക്കലും ഒരു മദ്യക്കുപ്പിയുടെ സ്വഭാവം തന്നെ ഗ്ലാസ് ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. ധാരാളം മറ്റു ബോട്ടിൽ കിട്ടുകയുണ്ടല്ലോ. സോഡാ ബോട്ടിൽ കൊണ്ടു കൊടുക്കാൻ വരുന്നുണ്ട് കരിങ്ങാലി വെള്ളം. പക്ഷെ പർപ്പസ്ഫുള്ളായിട്ട് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്നിട്ട് പറയാം അയ്യോ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയുന്നതിൽ കള്ളമല്ലേ, അത് ശരിയാകുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാർക്ക് ഇടയിലേക്ക് ഈ ലഹരിയുടെ ഉപയോഗവും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രത്യേക ശൈലി തന്നെയാണത്. കൃത്യമായിട്ടും അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചെഗുവേരയുടെ ചിത്രങ്ങൾ, നിറകഞ്ചാവ് കൊണ്ടിരിക്കുന്ന ചെഗുവേരയുടെ ചിത്രങ്ങൾ ഈ കേരളത്തിൽ ഒട്ടനവധി ചെറുപ്പക്കാരെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് വാവാ റാസ്പുട്ടിൻ എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ചാവ് അടിച്ച് ഇല്ലാതായ ഒരുപാട് കലാകാരന്മാരെ എനിക്കറിയാം. ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ കഞ്ചാവിന് അതിപ്രാധാന്യമുണ്ടെന്ന് കരുതി ലഹരി ഉപയോഗിച്ചുകൊണ്ട് കലാസൃഷ്ടി നടത്തുകയും അവസാനം എല്ലാം പുകയായി പോവുകയും ചെയ്തിട്ടുള്ള കലാകാരന്മാരുണ്ട്. ഇവരൊക്കെ ആകർഷിച്ചത് ഇത്തരം ചെഗുവേരമാരൊക്കെയാണ്. അപ്പം ഇപ്പം ഈ പറയുന്ന യുവജനങ്ങളെ സ്നേഹിക്കുന്ന അവരും ഇത്തരം അടയാളങ്ങളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് പൊതുസമൂഹത്തിന് അറിയാം. അത് കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ബീറിൻ്റെ കുപ്പിയിൽ വെള്ളം കുടിച്ചതിന് ഇങ്ങനെയൊക്കെ തല്ലാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അതൊരു ലഹരിയുടെ രൂപമായിട്ട് ഉള്ള ഒരു സംഗതി. ഇത് തന്നെ നിങ്ങൾ ഇപ്പോൾ കള്ളും കുടത്തിൽ നിന്ന് വെള്ളം കൊണ്ട് കൊടുത്താൽ അത് കുടിക്കുമ്പോൾ ആൾക്കാർക്ക് എന്ത് തോന്നും? അത് കള്ളും കുടമാണെന്നേ തോന്നുള്ളൂ. അതിനകത്ത് വേറെ ഒന്നും കള്ള് ശേഖരിക്കുന്ന കുടത്തിന് കള്ളുകുടം എന്നാ പറയുക, ബീർ ബോട്ടിൽ എന്നാ പറയുക. അതിലെനിക്ക് കരിങ്ങാലി സിസ്റ്റം ബീർ ബോട്ടിൽ എന്നാ പറയുക. അപ്പോൾ ഒരു പെട്ടെന്ന് അത് ഞങ്ങൾ ബീർ കുടിക്കുന്നു എന്നുള്ള തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ, ചെറുപ്പക്കാരിൽ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അവിടെ വന്നാൽ പരസ്യമായി കുടിക്കാം എന്നുള്ളൊരു ധ്വനി അതിനകത്തുണ്ട്. ഇവിടെ വന്നാൽ ഇതേപോലെ കിട്ടും, പരസ്യമായി കുടിക്കാം എന്നൊക്കെ ഉള്ളൊരു ധ്വനി അതിനകത്തുണ്ട്. അത് തന്നെയാണ് ഉദ്ദേശം. ഏതായാലും അല്പം സമയം കൂടിപ്പോയി. തൽക്കാലം നമുക്ക് നിർത്താം. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് 2 പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഹൈന്ദവന് 4 ഗുണങ്ങളും വേണം. ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ഗുണമാണ്, അറിവ് നേടുക എന്നുള്ളതാണ്. ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ പോരാടാനുള്ള ഗുണമാണ്. വൈശ്യ എന്ന് പറഞ്ഞാൽ കച്ചവടം, കൃഷി എന്ന് പറഞ്ഞ് ധനം സമാഹരിക്കാനുള്ള ഗുണമാണ് വൈശ്യഗുണം. ശൂദ്ര എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാനുള്ള ഗുണമാണ്. അധ്വാനിച്ച് മുന്നേറുക എന്നുള്ളത് സർവീസ് സെക്ടർ. അതിൽ ഹിന്ദു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സെക്ടറാണ് ശൂദ്ര സെക്ടർ. കാരണം അവിടെ അതാണ് ഏറ്റവും മഹത്തരം എന്ന് പറയുന്നുണ്ട്. കാരണം സർവീസ് ചെയ്യുന്ന എല്ലാവരും അവിടെ തന്നെയാണ്. ഈ ഡോക്ടർമാർ, മറ്റേ കലാകാരന്മാർ, എല്ലാം അധ്വാനിക്കുന്നവരൊക്കെ ഉൾപ്പെടുന്ന വിഭാഗമാണ് ശൂദ്ര. അത് മോശം എന്നുള്ളതല്ല അർത്ഥത്തില്ല.
പക്ഷെ വൈശ്യ സ്വഭാവം വേണം. ആ വൈശ്യ സ്വഭാവത്തിൽ നമുക്ക് മുന്നേറണം. മറ്റാരും കിട്ടപ്പെട്ട കാര്യമില്ല. എല്ലാ ജയ് ശ്രീറാം, ജയ് ജയ് ശ്രീറാം. എന്നെ മറന്നുപോയല്ലോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിച്ചു, ഇവിടെ ഉണ്ടോ, ചത്തില്ലേ എന്നൊക്കെ ചോദിക്കും. ഇന്ന് കാക്കാമാരെ കണ്ടില്ല ചോദ്യത്തിന്. അങ്ങനെ ചോദിക്കുന്നവരാണ് കൂടുതൽ. ചത്തില്ലാടാ, നിന്നെ കണ്ടില്ലല്ലോ, ഞങ്ങൾ വിചാരിച്ച് ചത്ത് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർ കൂടുതലുള്ളത്. അതാണ്. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. നമസ്കാരം.